ദ വ്യൂ. ഇതാണ് പാങ്ങോങ് ലേക്കിൻ്റെ കറക്റ്റ് വ്യൂ. ഇത് ഏകദേശം 120 കിലോമീറ്ററോളം വലിപ്പമുള്ള ലേക്കാണ്. ലേക്ക് എന്ന് പറയാൻ ഇത് വേണമെങ്കിൽ കടൽ എന്ന് വേണമെങ്കിൽ പ്രഖ്യാപിക്കാം ഇതിനെ. ഇതിൽ മുക്കാലും നമ്മുടെ ചൈനയിലാണ്. ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതല്ല, എന്നാലും അതിൻ്റെ അപ്പുറത്തെ സൈഡ് ആക്ച്വലി ചൈനയാണ്. പക്ഷെ അവർക്ക് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അവരുടെ ആർമിക്ക് ഭയങ്കര സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. മിലിറ്ററിയെ സംബന്ധിച്ചോളം കുഴപ്പമില്ലായിരുന്നു, നല്ല രസമുള്ള സ്ഥലമായിരുന്നു മെറാക്ക്. സാധാരണ എല്ലാവരും പാങ്ങോങ് ലേക്കിൻ്റെ അടുത്ത് താമസിക്കാനാണ് പ്രിഫർ ചെയ്യാറ്. ഞാൻ കുറച്ചും കൂടി ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് റിമോട്ടായിട്ട് ഈ മെറാക്കിൽ വന്നു. ഇതും കുഴപ്പമില്ല, നല്ല രസമുള്ള സ്ഥലമാണ്, നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ്. നോക്ക്, അവിടെ ഞാൻ സ്റ്റേ ചെയ്തവരോട് ചോദിച്ചപ്പോൾ ഇന്ന് ചിലപ്പോൾ മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് കണ്ടിട്ട്. കാരണം ഇന്നിപ്പോൾ ക്ലൗഡിയാണ്, കണ്ടില്ലേ. അങ്ങനെ മഴ വല്ലതും പെയ്ത് കഴിഞ്ഞാൽ തീർന്ന്. അയ്യോ, അത് ഭയങ്കര രസമായിരിക്കും. ഓൾറെഡി തണുത്ത് നിറച്ചിട്ടായിരിക്കുന്നത്. നല്ല തണുപ്പാണ്, ഏകദേശം 5 ഡിഗ്രി 6 ഡിഗ്രിയിൽ താഴെയാണെന്നാണ് തോന്നുന്നത് എനിക്ക്. നല്ല രാത്രി ഞാൻ വന്ന ഉടനെ തന്നെ നേരെ ബെഡിൽ ഉള്ളിൽ കയറി ഒരു മണിക്കൂർ കിടന്ന് ഉറങ്ങി. പിന്നെ എണീറ്റിട്ട് പുറത്തിറങ്ങാനൊക്കെ നോക്കി, പക്ഷെ തണുപ്പ് കൊണ്ട് എനിക്ക് ഇറങ്ങാൻ തോന്നിയില്ല. കണ്ടോ വ്യൂ, ഇതുപോലെയുള്ള വ്യൂ ഒന്നും ഏതെങ്കിലും സ്ഥലത്ത് ഇന്ത്യയിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല, ഡൗട്ടാണ്. ഇതുപോലത്തുള്ള വേറൊരു ലേക്ക് ഉണ്ട്, സോമരൂരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേക്ക് ഉണ്ട്. അവിടേക്ക് എത്താൻ ഇത്തിരി ഓഫ് റോഡും കാര്യങ്ങളൊക്കെയാണ്. സോ എനിക്ക് ചെറിയൊരു പേടി, കാരണം ഈ വണ്ടി എടുത്തിട്ട് സോമരൂരി പോയി കഴിഞ്ഞാൽ നടക്കുമോ എന്നുള്ളൊരു ചെറിയ പേടിയുണ്ട്. പക്ഷേ ലെറ്റ്സ് സീ. അല്ലെങ്കിൽ പൂഗ മാത്രം ഒന്ന് കണക്ട് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പൂഗ വാലി എന്ന് പറഞ്ഞിട്ട് നമ്മൾ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അത്യാവശ്യം നല്ല സ്ഥലമാണ്, ഒരു ഗ്രാസ് ലാൻഡാണ്, സൾഫർ ഡെപ്പോസിറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ മോർണിംഗ് വ്യൂ കണ്ടോ, എൻ്റെ അമ്മേ, ഒരു രക്ഷയില്ല. പക്ഷെ ഇന്നലെ സ്റ്റേ ചെയ്ത് നല്ല റൂമായിരുന്നു, നല്ല കംഫർട്ടബിളായിരുന്നു. ഇന്നലെ വന്നപ്പോൾ തന്നെ ഞാൻ നോക്കിയപ്പം അവിടെ ടെൻറ്റ് ഉണ്ടായിരുന്നു, ടെൻറ്റ് സ്റ്റേ. എനിക്ക് ടെൻറ്റ് സ്റ്റേയിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ തണുപ്പ് കൂടിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. പിന്നെ അതിൻ്റെ ആ ടെൻറ്റിൻ്റെ ഷീറ്റ് ഇങ്ങനെ അടിച്ചിട്ട് അതിൻ്റെ ഒരു ശബ്ദം വരും. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ രാത്രി ഉറങ്ങാൻ പറ്റില്ല. ഞാൻ നേരത്തെ പാങ്ങോങ്ങിൽ വന്ന് കിടന്ന് ഉറങ്ങാൻ ശ്രമിച്ചതാണ്. അതൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ ഹോം സ്റ്റേ എടുത്തത്. അതാകുമ്പോൾ കുറച്ചും കൂടി ഹീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ ഇന്ന് നമ്മൾ ഹാൻഡിലേക്കാണ് പോകുന്നത്. ഇന്ന് അത്യാവശ്യം നല്ല അഡ്വഞ്ചറസ് ആയിട്ടുള്ള റോഡാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ഇവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത് പാതി കച്ച പാതി പക്ക റോഡാണെന്ന് പറഞ്ഞു. സോ ഓഫ് റോഡും നല്ല റോഡുകളും കിട്ടാൻ ചാൻസ് ഉണ്ട്. ഞാൻ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. സോ വലിയ കുഴപ്പമില്ല. ആൾക്കാർ മറ്റേ R15 ഒക്കെ വെച്ചിട്ട് കയറിയിട്ടുണ്ട്, R15 അങ്ങനത്തെ ഉള്ള അതിലൊക്കെ. സോ നമ്മുടെ വണ്ടി എന്തായാലും പോകണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് മെറാക്ക് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് വില്ലേജ്. അത് വലിയ ദൂരമൊന്നും ഉണ്ടായിരുന്നില്ല, വെറും 3 കിലോമീറ്റർ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നുന്നു നല്ല അടിപൊളി ഓഫ് റോഡാണെന്ന് തോന്നുന്നു. കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഓഫ് റോഡ് തന്നെയാണെന്നാണ്. കണ്ടില്ലേ, വലിയ റോഡൊന്നും ഇല്ല അവിടെ. ലാസ്റ്റ് പോയിൻറ്റ് വ്യൂ. സോ എന്തായാലും ലാസ്റ്റ് പോയിൻറ്റ് വ്യൂവിലൊന്ന് നിർത്തിയിട്ട് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നമുക്കൊന്ന് പോയേക്കാം, ഫോട്ടോ എടുക്കാം. ഏകദേശം 1 മണിക്കൂറായി. ഇനി ഇവിടുന്ന് അങ്ങോട്ട് മൊത്തം ഓഫ് റോഡാണ്. ഇടയ്ക്ക് നല്ല ബാച്ച് കിട്ടും. ലോമ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് വരെ ഇതേ രീതിയാണ്. ഇന്ന് ഞാൻ ഡയമോക്സ് ടാബ്ലറ്റ് എടുത്തിട്ടില്ല രാവിലെ. ഇന്നലെ രാത്രിയും ഇന്നലെ രാവിലെയും കഴിച്ചുകൊണ്ട്. പക്ഷെ എന്നാലും ചെറിയൊരു ഇടയ്ക്ക് കുറച്ച് നേരമൊക്കെ നിൽക്കുന്ന സമയത്ത് തലവേദനയും കാര്യങ്ങളിലൊക്കെ ചെറുതായിട്ടുണ്ട്. ബ്രീത്തിങ് പ്രോബ്ലംസ് ഒബ്വിയസ്ലി ഉണ്ടാവും, അത് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഹയർ ആൾട്ടിറ്റ്യൂഡിൽ അങ്ങനെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഹോപ്പ്ഫുള്ളി വഴി വെച്ച് ആരെങ്കിലുമൊക്കെ കാണും. ഇനി ഒരു 10-40 കിലോമീറ്ററോളം ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഒരു പക്ക ഓഫ് റോഡ്. പലവിടെയും സാൻഡാണ്. സാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക മരുഭൂമി പോലത്തുള്ളൊരു സിറ്റുവേഷനാണ്. ഇതുപോലത്തുള്ള റോഡ് കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ വലിയ വാട്ടർ ക്രോസിംഗ് ഒക്കെ കിട്ടി കഴിഞ്ഞാൽ അതും പ്രശ്നമാണ്. വലിയ വാട്ടർ ക്രോസിംഗ് കിട്ടില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഓൾട്ടർനേറ്റ് റോഡ് ഉണ്ട് എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇത് ചുഷുലിൻ്റെ വാർ മെമ്മോറിയലാണ് ഈ കാണുന്നത്, ലെഫ്റ്റ് സൈഡ് കാണുന്നത്. സോ ഇതെല്ലാം ചൈന ഇൻവേഷൻ സമയത്തുള്ളൊരു നമ്മുടെ ഇന്ത്യയുടെ സൈഡിൽ നിന്ന് ഡിഫൻസീവ് ഇതിലൊക്കെ മരിച്ച ആൾക്കാരാണ്. നല്ല അടിപൊളി ഓഫ് റോഡാണ് കേട്ടോ.
എൻ്റെ വണ്ടി ഒരു ഓൾ ടെറൈൻ ടയറാണ്, പക്ക ഓഫ് റോഡ് ടയറൊന്നും അല്ല. അതും ഏകദേശം ഒരു ഇപ്പോൾ നിയർലി 10,000 ഓടിക്കഴിഞ്ഞു. സോ അതിൻ്റെ ത്രെഡൊക്കെ ഒരുപാട് പറഞ്ഞിട്ടില്ല, എന്നാലും ഉണ്ട്, അത്യാവശ്യം ഉണ്ട്. ഓടിക്കാം. നടുവ് കുറച്ച് ത്രെഡ് കുറവാണ്. ഇനി റിസാങ്കുല എന്ന് പറഞ്ഞൊരു ടോപ്പും കൂടി ഉണ്ട്. ടയർ മാർക്കിങ്സ് ഉള്ള സ്ഥലത്ത് കൂടെ പോകുന്നതാണ് ബെറ്റർ. ഈ രണ്ട് സൈഡിൽ ഈ സൈഡോ പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. ടയർ മാർക്കിങ്സ് പോയിട്ടുള്ള വഴി കൂടെ തന്നെ പോകണം. എനിക്ക് തോന്നുന്നു ഇതൊരു 2 ഇയേഴ്സിൻ്റെ ഉള്ളിൽ ഇവിടെയൊക്കെ പക്ക റോഡായിരിക്കും. അത് ഉറപ്പാണ്, 100% ഉറപ്പാണ്. Anything happened? Yeah. Okay. Anything? Your name? Wasim. You? Anoop. Yeah. Solo. Abhi? Solo. Okay. Anything? मैंने कहा रेनकोट पहन लेते हैं. मैं तो वार्म अप पहना है. Kerala. Kerala? Yeah. And I have taken that, मेरा proper gloves निकाल के ये वार्मर डाला. Working now. Yeah, it's working now. Better than that. We can go. We can go. Yeah. Because I was searching for somebody to join. Me too, yeah. If anything happens, then we'll be stranded, right? So that's why. I think we met in that Futula top, right? Yeah. हाँ, यहाँ पे किस पे? बोतल भेजते मेरे को, बोतल भेजते. हाँ. हाँ, कोई बात नहीं रखता है. हाँ. चलो. ഞങ്ങൾ ലോമയിൽ എത്തിയിട്ട് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ന്യോമ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയിട്ട് പെട്രോൾ അടിക്കണം. കാരണം അവിടെയാണ് പെട്രോൾ പമ്പുള്ളത്. കാരണം നാളെ ഉംലിംഗിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ബി സേഫ് ഓൺ പെട്രോൾ, അല്ലെങ്കിൽ പണി കിട്ടും. എൻ്റെ കയ്യിൽ കുറച്ച് പെട്രോൾ ഉണ്ട്, അത് പോരാ. പിന്നെ ഹാഫ് ടാങ്കും ഉണ്ട്. ഫുൾ ടാങ്ക് ആക്കിയിട്ട് പോകാം. നമുക്ക് പെട്രോൾ അവിടുന്ന് കിട്ടണം എങ്ങനെയൊക്കെ ആണെങ്കിലും. ഈ റോഡ് അടിപൊളിയാണ് കേട്ടോ. ഈ റോഡ് നേരെ പോകുന്നത് നമ്മുടെ ലേ സിറ്റിയിലേക്കാണ്. ഇത് നേരെ ഉപ്ഷി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയി ചേരും. അവിടെ ഇവിടുന്ന് ഹാൻലേക്ക് 40 കിലോമീറ്റർ സംതിങ് കാണിക്കുന്നുണ്ട്. ഇറ്റ്സ് നോട്ട് എ ബിഗ് ടാസ്ക് ടു റീച്ച് ഹാൻലെ. ഒരു സ്ഥലത്ത് വീഡിയോ ചെയ്തിട്ട് നമ്മുടെ ക്രാഷ് ഗാർഡിൻ്റെ ലെഫ്റ്റ് സൈഡ് ചെറുതായിട്ടൊന്ന് മടങ്ങിയിട്ടുണ്ട്. ഭയങ്കര ഡീപ്പായിട്ടുള്ള സാൻഡായിരുന്നു. സാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സാൻഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കടലിൽ കാണുന്ന സാൻഡ് പോലെ അല്ല, അത് കുറച്ചും കൂടി തരിയുണ്ട്. ഇത് വളരെ ചെറിയ തരിയാണ്. ഇത് കണ്ടില്ലേ, ഇങ്ങനെ പാറിപ്പറന്ന് പോകുന്നത് കണ്ടില്ലേ? ഈ ടൈപ്പ് സാൻഡാണ് ഇവിടെ ഉള്ളത്. അത് കുറച്ച് പ്രശ്നമാണ്. നമ്മൾ വണ്ടിയൊക്കെ ഈ ബൈക്കിനൊക്കെ ട്രാക്ഷൻ കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്.
സോ നമ്മളങ്ങനെ നേരെ ലോമ ബ്രിഡ്ജ് കയറി. ഇനി നേരെ ഹാൻഡിലേക്കാണ്. ഇവിടുന്ന് അങ്ങോട്ട് അടിപൊളി റോഡാട്ടോ. ഇതേ ഉണ്ടെങ്കിൽ 140. അങ്ങനെ നമ്മൾ ഹാൻഡിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഏതെങ്കിലും ഹോം സ്റ്റേ നോക്കണം. ആ കാണുന്നതാണ് ഹാൻഡിലെ മൊനാസ്ട്രി. ഇവിടെ അടുത്ത് തന്നെ നമുക്ക് ആസ്ട്രോണമിക്കൽ ഒരു സൈറ്റ് ഉണ്ട്. മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റാണ് അത്. ബാംഗ്ലൂരിൽ നിന്നാണ് അതിൻ്റെ കൺട്രോൾസ് എല്ലാം. മതിയായി. നല്ല കഷ്ടപ്പാടായിരുന്നു ഈ വണ്ടി വെച്ചിട്ട് ഓഫ് റോഡ് ചെയ്യാൻ. ബട്ട് സ്റ്റിൽ വി ഹാവ് ഡൺ ഇറ്റ്.